കാനായി വണ്ണാത്തിപ്പുഴയുടെ ഓളപ്പരപ്പിൽ ഉല്ലസിക്കാൻ ആറംഗ യുവാക്കളുടെ കൂട്ടായ്മയിൽ പ്ലാസ്റ്റിക് ഓയിൽ ബാരൽ ഉപയോഗിച്ച് നിർമ്മിച്ച തോണി കൗതുകമാകുന്നു. ഒഴിവു സമയങ്ങൾ പാഴാക്കുന്നവർ ഇവരെ കണ്ട് പഠിക്കണം. കാനായി മീൻകുഴി അണക്കെട്ടിന് സമീപത്തെ ഈ ആറംഗ സംഘത്തിൽ വലിയ എഞ്ചിനീയർമാരോ മറ്റോ ആരും തന്നെയില്ല. എന്നാൽ കഠിനാധ്വാനത്തിലൂടെ എന്തും നേടിയെടുക്കാം എന്ന ആത്മവിശ്വാസം ഇവർക്കൊപ്പമുണ്ട്. ഈ വിജയത്തിലൂടെ അവർ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. സുരേഷ് ബി, പ്രകാശൻ, സജിത്ത്, മഹേഷ്, സുരേഷ്, ജീവൻകുമാർ എന്നിവരാണ് ഇപ്പോൾ നാട്ടുകാർക്കും അഭിമാനമായിരിക്കുന്നത്. നാട്ടിലെല്ലാ സേവന പ്രവർത്തനങ്ങളിലും ഇക്കൂട്ടം സജീവമാണ്. കാനായി മീൻകുഴി ഡാമിലെ ഓളപ്പരപ്പിൽ എല്ലാവർക്കും ഉല്ലസിക്കാൻ ഒരു തോണി ഉണ്ടാക്കണമെന്ന ആശയം വന്നപ്പോൾ ചെലവ് 1 ലക്ഷത്തോളം അടുക്കുമെന്നറിഞ്ഞപ്പോഴും ഇവർ ഞെട്ടി. എന്നാൽ ചെലവ് കുറഞ്ഞും പാഴ്വസ്തുക്കളും ഉപയോഗിച്ചും ഒരു തോണി ഉണ്ടാക്കാം എന്നും ഇവർ തീരുമാനിച്ചു. ഒഴിഞ്ഞ ഓയിൽ പ്ലാസ്റ്റിക് ബാരൽ ഉപയോഗിച്ചും പൈപ്പും ബസ്സുകളുടെ ബോഡി വർക്കിന് ഉപയോഗിച്ച വേസ്റ്റുമൊക്കെ സംഘടിപ്പിച്ച് തോണി നിർമ്മാണം തുടങ്ങി. അങ്ങനെ 4 ദിവസം കൊണ്ട് തോണി നിർമ്മിച്ചു. 8 അടി നീളവും 3 അടി വീതിയോടും കൂടിയ തോണി ഇവർ സ്വന്തമാക്കി. ഫേസ്ബുക്ക് വഴിയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുവഴി കുറേ ഓർഡർ നമുക്ക് ഇപ്പം വന്നിട്ടുണ്ട്. ഇതിന് ഒരു വെറൈറ്റി മോഡലായിട്ട് ഒരു സൈക്കിളും കൂടി ആക്കണം എന്നുള്ള ഒരു കണ്ടീഷനിലാണ്. സൈക്കിൾ പറഞ്ഞാൽ അതിൻ്റെ ടയറിലും ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള സാധനം കൊണ്ട് സൈക്കിളും കൂടി ആക്കേണ്ട ഒരു കീലും കൂടി ഉണ്ട് ചവിട്ടി പോകുന്നത്. പിന്നെ പറഞ്ഞാൽ ഇനി നല്ലൊരു പ്രോത്സാഹനം നാട്ടുകാർ തന്നെ കണ്ടിട്ട് നല്ലോണം പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ രാവിലെ നമ്മൾ ഇവിടെ വരുമ്പോൾ തന്നെ ഒരാൾ പറഞ്ഞു ഒന്ന് രാമന്തലേക്ക് ഒന്ന് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറേ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്, കാണാൻ വരുന്നുണ്ട്. നിർമ്മാണം പൂർത്തിയാക്കി നീറ്റിലിറക്കി കഴിഞ്ഞു. ആകെ ചെലവ് 2500 രൂപ മാത്രമാണ്. 4 പേർക്ക് സുഖമായി കയറാൻ പാകമുള്ളത്. നിറഞ്ഞു നിൽക്കുന്ന കാനായി വണ്ണാത്തിപ്പുഴയിലൂടെ തോണിയിൽ ഉല്ലസിക്കുകയാണിവർ. കാനായി മുതൽ കൈതപ്രം വരെ 2 കിലോമീറ്ററോളം ദൂരത്തിൽ ആദ്യ ദിനത്തിൽ തന്നെ തോണി തുഴഞ്ഞ് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ കഴിഞ്ഞെന്നും ഇവർ പറയുന്നു. അപ്പോൾ നമ്മൾ ഒരു തോണി ഉണ്ടാക്കാനുള്ള ഒരു ആശയം മുന്നിൽ വന്നുകൊണ്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ തോണി ഉണ്ടാക്കാനുള്ള ഒരു 2 ടാങ്ക് വാട്ടർ ടാങ്ക് ഉപയോഗിച്ച് അത് മുറിച്ച് അതുപോലെ വേസ്റ്റ് PVC പൈപ്പ് മറ്റും ഉപയോഗിച്ച് ചിലവ് കുറഞ്ഞ രീതിയിൽ തോണി ഉണ്ടാക്കി ഒരു 3-4 പേർക്ക് സുഖമായിട്ട് സഞ്ചരിക്കാൻ പറ്റുന്നൊരു തോണിയാക്കിയിട്ടുണ്ട്. അത് അത്ര 5-6 ദിവസം രാത്രി തൊഴിൽ കഴിഞ്ഞ് വന്നതിന് ശേഷമില്ല ആ ഒഴിവ് സമയത്ത് ഉണ്ടാക്കിയാണ്. ഒരു നല്ല ആശയം തന്നെ പറയാം. വെച്ചാൽ ഒരു തോണി ഉണ്ടാക്കണമെങ്കിൽ ഒരു 1 ലക്ഷം രൂപ അല്ലെങ്കിൽ അതിന് മുകളിൽ റേറ്റ് വരുന്നതാണ്. അപ്പോൾ ഈ ചിലവ് പറഞ്ഞ ഇതിപ്പോൾ ഒരു 2500 അത്രയും ഉണ്ടാകും. ഇത്രയും ചെറിയ പാഴ്വസ്തുക്കളായി കരുതുന്ന പല സാധനങ്ങളും നമുക്ക് ഉപയോഗപ്രദമാക്കാൻ കഴിയുമെന്നാണ് ഇവരിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം. തോണിയുടെ ഫോട്ടോകൾ സോഷ്യൽ മീഡിയ വഴി പ്രചാരം കിട്ടിയതോടെ നിരവധി പേർ ഇത്തരം തോണികൾ നിർമ്മിച്ചു നൽകാൻ ഇവരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വെള്ളത്തിലൂടെ ഓടിക്കാൻ കഴിയുന്ന സൈക്കിളുകൾ നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ആറംഗ സംഘം. കാനായി മീൻകുഴി ഡാം കേന്ദ്രീകരിച്ച് നിർമ്മിക്കുന്ന പൈതൃക ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ഇവർ കൂടുതൽ സജീവമാകുമെന്നും ഇവർ പറഞ്ഞു. അസാധ്യമായി ഒന്നുമില്ലെന്ന് കൂട്ടായ്മയിലൂടെ ഇവിടെ തെളിയിച്ചിരിക്കുകയാണ് കാനായി അണക്കെട്ടിന് സമീപത്തെ ഒരു പറ്റം ചെറുപ്പക്കാർ. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ടി ബാബു, പഴയങ്ങാടി.